ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ ആർ വി ബാബു. ആദ്യം തന്നെ ഓണാശംസകൾ. ഓണത്തിലേക്ക് എത്തുമ്പോൾ ഒരു വിവാദവും ചർച്ചയാവുകയാണ്. ഹിന്ദു ഐക്യവേദിയും അയ്യപ്പ സംഗമത്തിനായിട്ടുള്ള ആലോചനകൾ പൂർത്തിയാക്കിയെന്ന് മനസ്സിലാക്കുന്നു. സർക്കാർ ഒരു ഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിനൊരു മറുപടിയാണോ ഈ സംഗമം? ഈ വിഷയത്തിൽ അയ്യപ്പ സംഗമം സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ കാപട്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ ഉത്തരവാദിത്തമായിട്ട് കാണുന്നു. ഇപ്പോ CPM അടക്കമുള്ള പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകക്ഷി എന്ന നിലയ്ക്ക് CPM ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതപര്യന്തമുള്ള CPMന്റെ നിലപാട് വിശ്വാസികൾക്കെതിരായിട്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായ നിലപാടാണ് നാളിതുവരെ CPMഉം CPMനെ പിന്തുണയ്ക്കുന്നവരും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് CPMന്റെ ഒരു അവസരവാദപരമായ നിലപാടാണ്. അതിനെ അവര് അടവ് നയം എന്ന ഓമനപ്പേരിട്ടൊക്കെ വിളിക്കും. ശ്രീ ആർ വി ബാബു, ഇന്നലെ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പഴയതെല്ലാം മറക്കണമെന്നാണ്. അങ്ങനെ മറന്ന് കളയാൻ വിശ്വാസികൾ തയ്യാറാകുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതേ ചോദ്യം തന്നെയാണോ ഹിന്ദു ഐക്യവേദിയും ഒപ്പം മറ്റ് ഹൈന്ദവ സംഘടനകളും പരിവാർ സംഘടനകളും ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നത്? പ്രത്യേകിച്ചും ഈ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് സെപ്റ്റംബർ 20-നാണ്. അതിന് മുൻപായിരിക്കുമോ ഈ പന്തളത്തെ സംഗമം? ഇപ്പോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് ശേഷം CPM ഈ പറയുന്ന രീതിയിലുള്ള ചില തിരുത്തൽ നടപടികളുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. അവര് വലിയ തോതിലുള്ള ഗൃഹസമ്പർക്കങ്ങളൊക്കെ നടത്തി ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാടാണ്. ഗണപതി മിത്താണ് എന്ന് പറയുക, സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുക, ഹൈന്ദവ വിശ്വാസങ്ങളെ നിരന്തരം അവഹേളിക്കുക, ക്ഷേത്രങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണോപാധികളാക്കി മാറ്റുക, ക്ഷേത്ര വിശ്വാസങ്ങളെ പാർട്ടി പരിപാടിയാക്കി അധപ്പതിപ്പിക്കുക, ഈ തരത്തിൽ എത്രയോ കാര്യങ്ങൾ നടക്കും. അപ്പോ ഇതെല്ലാം CPMന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടികളാണ്. അതെല്ലാം വിശ്വാസികൾക്ക് മറക്കാൻ കഴിയുന്ന കാര്യമാണോ? CPMന് ഒരു കാലത്തും ഹൈന്ദവ വിശ്വാസങ്ങളെ മാനിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം CPM പ്രസ്ഥാനം കെട്ടിപ്പടുത്തിട്ടുള്ളത് ഹിന്ദു വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ടാണ്. ഹിന്ദു വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനത്തിന് ആത്യന്തികമായി ഹിന്ദു വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് CPMന്റെ ഈ നിലപാട് മാറ്റം എന്നുള്ളത് ഒട്ടും ആത്മാർത്ഥമല്ല. ആത്മാർത്ഥമാണെങ്കിൽ അവരാദ്യം എടുത്ത നിലപാട് തിരുത്തട്ടെ, കോടതിയിൽ എടുത്ത നിലപാട് തിരുത്തട്ടെ. ശ്രീ ആർ വി ബാബു, വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസത്തെ കുറിച്ചാണല്ലോ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അത് ഓരോരുത്തരും രൂഢമൂലമായിട്ടുള്ളതാണ്. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. പുറത്തുനിന്ന് കൊണ്ടുവന്ന് നമുക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു പട്ടുകുപ്പായമല്ല വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസികളായി മാറാനായിട്ടുള്ള, തെറ്റാണെങ്കിൽ തെറ്റ് മനസ്സിലാക്കി തിരുത്താനായിട്ടുള്ള അവരുടെ ഒരു നീക്കത്തെ ചെറുക്കേണ്ടതുണ്ടോ? അവരും വിശ്വാസത്തിന്റെ പാതയിലേക്ക് വരികയാണെങ്കിൽ വരട്ടെ എന്ന് കരുതി സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? തെറ്റുപറ്റാത്തവർ ആരുണ്ട് എന്ന സിനിമയിൽ ചോദിക്കുന്നത് പോലെ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായ ഒരു പ്രസ്ഥാനം നിൽക്കുമ്പോൾ അതിനെ അങ്ങനെ പാടെ എതിർക്കേണ്ടതുണ്ടോ? ഒരു നടപടിയായിട്ട് നമ്മൾ കാണുന്നില്ലെന്ന്. ഇത് CPM എല്ലാ കാലത്തും എടുക്കുന്ന അടവ് നയമുണ്ട്. അടവ് നയം എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിക്ക് ചേരുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വിജയിക്കാൻ ആവശ്യമായ നിലപാടെടുക്കുക. അതിനാണ് അടവ് നയം എന്ന് പറയാം. അതിന് നമ്മളൊക്കെ പച്ചയ്ക്ക് പറയും അവസരവാദം എന്നാണ്. പക്ഷേ അവർ അടവ് നയം എന്ന് പറയുന്നു. ഇതൊരു അടവ് നയത്തിന്റെ ഭാഗമായി സ്വീകരിച്ച കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു ആത്മാർത്ഥതയും ഈ വിഷയത്തിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു CPMന്റെ നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ അവരത് പ്രൂവ് ചെയ്യട്ടെ. പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെറുതെ അയ്യപ്പ സംഘം നടത്തിക്കൊണ്ട് മാത്രമാണോ? അയ്യപ്പ വിശ്വാസികൾക്കെതിരെ സത്യവാങ്മൂലം മാത്രമല്ല, ഈ അയ്യപ്പ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടത്തിയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്കെതിരെ ഇപ്പോഴും കേസ് നിലനിൽക്കുകയാണ്. കേസുകൾ പിൻവലിച്ചാൽ വിശ്വാസമാകുമോ? അല്ല, അതൊക്കെയാണ് നമുക്ക് CPMന്റെ നിലപാട് മാറ്റത്തിന് ആത്മാർത്ഥതയുണ്ടെന്ന് കിട്ടുന്ന കാര്യം. ശരി, എന്തായാലും ശ്രീ ആർ വി ബാബു, ആത്മാർത്ഥത തെളിയിക്കാൻ അവർ തയ്യാറാകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുന്നു. സത്യവാങ്മൂലം തിരുത്താനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? അതുകൂടി നമുക്കറിയണം. താങ്ക് യു എന്തായാലും ഈ പ്രഭാതത്തിൽ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചതിന്.